ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بالتقوى الله أعوذ بالله من الشيطان الرجيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് ഏറ്റവുമധികം പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലേക്കും അത് പ്രസക്തമായിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രസക്തമാകുന്നത് ഖുർആൻ മനുഷ്യന്റെ ഒരു പ്രകൃതിശാസ്ത്രം പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും ദൗർബല്യങ്ങൾ കൂടുതൽ കൂടുതൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അത് ആത്മീയമായ സംഘമായിരുന്നാലും ഭൗതിക സംഘമായിരുന്നാലും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. ഒരു ആദർശത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു സമൂഹം കൊല്ലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കെ അതിന് രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും അത് ബാധകമാണ്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകൾ പിന്നിടുന്തോറും കൂടുതൽ ദൗർബല്യങ്ങളിലേക്കും അവരാദർശത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വഴിമാറിപ്പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രസക്തമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത്. ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെയും അവിടുത്തെ മില്ലത്തിനെയും കൃത്യമായി പഠിച്ചിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ സ്വന്തം ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ വരച്ചു കാണിക്കുന്ന ഇബ്രാഹിം നബിയും അവിടുത്തെ മില്ലത്തിന്റെ പ്രത്യേകതകളും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയായി മാറുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ശേഷം വന്ന മുഴുവൻ അമ്പിയാക്കളോടും, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ശേഷം വന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളോടും അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങളുടെ ദീൻ ഇസ്ലാമാണ്. അതായത് അത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ആ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകത മനസ്സിലാവും എന്തുകൊണ്ടാണത് എന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലെ കൂട്ടുകാരോട്
ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞൊരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ, അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് അലൈഹിസ്സലാം ജയിലിലെ കൂട്ടുകാർക്ക്, അവിശ്വാസികളായവരോട് ഇസ്ലാം ദീൻ എന്താണ്, തൗഹീദ് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത് വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം വഇസ്ഹാഖ വയാക്കൂബ മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഇൻ ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വഅലൻ നാസി വലാകിൻ അക്സറൻ നാസി ലാ യശ്കുറൂൻ. ആ ജയിലിലെ കൂട്ടുകാരോട് പറയും, ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമല്ല എനിക്ക്, അത് ഞാൻ കൈയൊഴിച്ചിരിക്കുന്നു. വത്തബഅതു മില്ലത ആബാഇ, എന്റെ പിതാക്കന്മാരുടെ, പിതാവും പ്രപിതാക്കന്മാരുമായിട്ടുള്ളവരുടെ മില്ലത്താണ് ഞാൻ പിൻപറ്റുന്നത്. അതായത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഞാൻ പിന്തുടരുന്നത്. ആ മില്ലത്ത് പിന്തുടർന്ന ഇസ്ഹാഖ് നബിയുടെയും ആ മില്ലത്ത് പിന്തുടർന്ന യാക്കൂബ് നബിയുടെയും മില്ലത്താണ് ഞാൻ പിന്തുടരുന്നത്. നിങ്ങളുടെ ഈജിപ്തിൽ നിലനിൽക്കുന്ന വിശ്വാസ ആചാരങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല. ആദ്യം പറയാം, നമ്മ നേരെ തിരിച്ചു പറയും. നമുക്കൊന്ന് തന്നെയെന്ന് പറഞ്ഞിട്ടേ നമ്മ പറഞ്ഞു കൊടുക്കുള്ളൂ, ഒന്നല്ല എന്ന് ആദ്യം പറയണത്. ഈ നാട്ടിൽ നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസ ആദർശങ്ങളോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പിൻപറ്റുന്നത് എന്റെ പിതാക്കന്മാരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്താണ്, ഇസ്ഹാഖ് നബിയുടെ മില്ലത്താണ്, യാക്കൂബ് നബിയുടെ മില്ലത്താണ്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഇൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വഅലൻ നാസ്, അത് ആ ഏകദൈവ വിശ്വാസം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യവും അനുഗ്രഹവുമാണ്, ജനങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. വലാകിൻ അക്സറൻ നാസി ലാ യശ്കുറൂൻ. പക്ഷേ അധിക മനുഷ്യരും നന്ദി കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ആയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അവകാശപ്പെടുന്നത്, യൂസുഫ് നബി നബിയാണ്, വഹി കിട്ടുന്ന നബിയാണ്. ആ നബി തന്നെ പറയാണ് ഞാൻ പിന്തുടരുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണെന്ന്. അപ്പോൾ നമുക്ക് ആ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ മില്ലത്തിനുമുള്ള പ്രാധാന്യവും മഹത്വവും മനസ്സിലാവുക. അവസാനം വരി പറഞ്ഞ നമ്മളെ മേൽ കൂടി തട്ടുന്നതാണ് ഇത്. അള്ളാഹു ഈ തൗഹീദിൽ എത്തിപ്പെടാൻ പറ്റിയത്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാകുന്നു. പക്ഷെ അതിനനുസരിച്ച് ശുക്ർ കാണിക്കുന്നില്ല. നമ്മളെക്കുറിച്ച് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. ശിർക്കിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ദീനില്ലാതെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും തൗഹീദ് മനസ്സിലാക്കാനും ശിർക്ക് ബിദ്അത്തുകളെ കൈയൊഴിക്കാനും കഴിഞ്ഞ ഭാഗ്യം കിട്ടിയ നമ്മൾ അതിൻ്റെ നന്ദി കാണിക്കുന്നുണ്ടോ? അടുത്ത തലമുറക്ക്, അടുത്ത സമൂഹത്തിലേക്ക് അത് പ്രസരിപ്പിക്കാൻ എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്? നന്ദി ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക എന്നതാണല്ലോ. ഏതനുഗ്രഹത്തിൻ്റെയും സമ്പത്ത് കൊടുത്താൽ, അള്ളാഹു സമ്പത്തായ അനുഗ്രഹം നൽകിയാൽ ഞെരുങ്ങുന്ന മനുഷ്യരിലേക്ക് അത് പ്രസരിപ്പിക്കുക എന്നത് അതിൻ്റെ നന്ദിയാണ്. അറിവ് ലഭിച്ചാൽ അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നത് അതിൻ്റെ നന്ദിയാണ്. തൗഹീദ് ലഭിച്ച് നമ്മൾ ചുറ്റുമുള്ള ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ആളുകളിലേക്ക് അത് പ്രസരിപ്പിക്കാൻ എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മഹത്വത്താണ്. ഇബ്രാഹിം നബിയുടെ മഹത്വമായി അല്ലാഹ് സൂറത്ത് നഹ്ലിൽ 120 മുതൽ 123 വരെയുള്ള ആയത്തിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി ഹനീഫാ, നിശ്ചയമായും ഇബ്രാഹിം നബി കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ്, അള്ളാഹുവിന് സമർപ്പിച്ച, അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരു സമൂഹമായിരുന്നു.
വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. ഒരാളാണല്ലോ ഇബ്രാഹിം നബി, എന്നിട്ട് ഉമ്മത്ത് എന്നാണ് പറയുന്നത്. ഒരു വലിയ സമുദായത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുക. അത് കുറച്ചാളെങ്കിൽ ഒരു സംഘന്നേ പറയുള്ളൂ. ഒരു ഉമ്മത്ത് എന്ന് പറയണമെങ്കിൽ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള വലിയ ഒരു സമുദായമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒറ്റ ഹനീഫൻ, ഋജു മനസ്കനാണ്, കളങ്കമോ കലർപ്പോ ഇല്ലാതെ നേർക്കേര റബ്ബിലേക്ക് കീഴൊതുങ്ങിയ കീഴ്പ്പെട്ട ഒരു സമൂഹമാണ്. എളുപ്പം മനസ്സിലാവും. നമ്മൾ ഇത്ര അധികം ആളുണ്ടായിട്ട് നടക്കാത്തത്, അല്ലെങ്കിൽ വലിയ വലിയ സംഘമായി തീർന്നവർക്ക് നടക്കാത്തത്, ഏകനായി ഒറ്റക്ക് തൗഹീദ് പ്രബോധനം ചെയ്യാൻ, ശിർക്കിനെതിരെ പ്രബോധനം ചെയ്യാൻ ഇബ്രാഹിം നബിക്ക് സാധ്യമായിരുന്നു എന്നതാണ്. അദ്ദേഹം ഒരു ഉമ്മത്താണ്. വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരു സർട്ടിഫിക്കറ്റ്. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അധിക വചനങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് കാണാം. വളരെ ശ്രദ്ധിക്കണം. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു നൽകുന്ന, ആവർത്തിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെയായിരുന്നില്ല. ശിർക്ക് ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെയുമായിരുന്നില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള പറയുന്നു, ഷാക്കിറൻ ലി അൻഉമിഹി, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇജ്തബാഹു, അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അദ്ദേഹത്തെ നേരായ വഴിയിലേക്ക് അള്ളാഹു നയിക്കുകയും ചെയ്തു. നമ്മൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്ന നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നയിക്കണമേ. അള്ളാഹ് നേരായ വഴിയിലേക്ക് നയിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് അള്ളാഹു. അദ്ദേഹത്തിന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹ് വഴി കാണിച്ചതാണ്. പിന്നെയോ വആതൈനാഹു ഫിദ്ദുനിയാ ഹസനതൻ, ദുനിയാവിൽ തന്നെ ഏറെ നന്മകൾ നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്ത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം. നന്മ എന്ത് എന്നതൊരു വിഷയമായിട്ട് മാറും. ഹസനത്ത്, അള്ളാഹ് സത്യമായിരിക്കുമല്ലോ പറയാ. പരിശുദ്ധ ഖുർആനിൽ അബദ്ധങ്ങളോ തെറ്റൊന്നും വരില്ലല്ലോ. ദുനിയാവിൽ ഇബ്രാഹിം നബിക്ക് ഹസനത്ത് നൽകി. ശരിക്കും പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ ധരിക്കുന്ന നന്മയല്ലത്. സ്വാധീനം നേടി, സൗകര്യങ്ങൾ നേടി, സമ്പത്ത് നേടി, അധികാരം വരെ എത്തുന്ന ഒരു നന്മയെക്കുറിച്ചാണ് പലരും ചിന്തിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അനുയായികളെ കൊണ്ട് ഒരു സ്വാധീനം നേടാൻ ഒരു നാട്ടിലും സാധ്യമായിട്ടില്ല. ഒരു വാർഡിന്റെ അധികാരം ലഭിച്ചിട്ടില്ല എന്നർത്ഥം. സമ്പന്നനായിരുന്നു എന്ന് ഒരിക്കലും കാണുന്നുമില്ല. അള്ളാഹ് പറയുന്നത് വളരെ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ കാര്യമുണ്ടതില്. അള്ളാഹ് പറയുന്നത് ഏറ്റവും നന്മകൾ ഇബ്രാഹിം നബിക്ക് ദുനിയാവിൽ നൽകി എന്നാണ്. പരലോകത്ത് വേറെ ഉണ്ട്. അതെന്തായിരിക്കും? ആദർശം സ്വീകരിക്കാൻ കഴിഞ്ഞു, തൗഹീദ്. ആ ആദർശം ആരെയും ഭയപ്പെടാതെ ജനങ്ങളോട് നിരന്തരമായി പറയാൻ കഴിഞ്ഞു. മക്കളെ, പേരമക്കളെ അതേ ആദർശത്തിൽ വളർത്താൻ കഴിഞ്ഞു എന്നതാണ് ആ സൗഭാഗ്യം. അപ്പൊ നമ്മൾ കുറേ സമ്പത്ത് നമുക്കുണ്ട്, സൗകര്യമുണ്ട്, അതുകൊണ്ട് അതാണ് നന്മ എന്ന് ധരിച്ചാൽ നമ്മൾ ദീനുള്ള ആദർശമുള്ളവരായി തീരുക, അതുപോലെ ജീവിക്കാൻ കഴിയുക, അത് അടുത്തവർക്ക് കൈമാറാൻ കഴിയുക, നമ്മുടെ കീഴിലുള്ള മക്കളെയും പേരമക്കളെയും ഭാര്യയെയും സഹോദരങ്ങളെയും ആ ആദർശം പഠിപ്പിക്കാനും അതിലുള്ള വളർത്താനും കഴിയുക എന്ന സൗഭാഗ്യം, അത് വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് ഇബ്രാഹിം നബിക്ക്
പരലോകത്ത് സജ്ജന കൂട്ടത്തിലാണ്. ഇത്രയും നിങ്ങൾ കേട്ടില്ലേ? തൊട്ടടുത്ത ആയത്ത് എന്താ നോക്കൂ നിങ്ങൾ. തൊട്ടടുത്ത ആയത്ത് ഇത് നഹലിലെ 120 മുതലുള്ള ആയത്താണ്. ഇനി 123-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ. സുമ്മ ഔഹൈനാ ഇലൈക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പറ്റി അള്ളാഹ് വിശദീകരിച്ചിട്ട് പറയാണ്, പിന്നീട് നാം നബിയെ താങ്കൾക്ക് വഹി നൽകി. ഇബ്രാഹിം ഹനീഫ, താങ്കളും പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്താകുന്നു. ആരോടായി പറയുന്നത്? അള്ളാഹു ഇസ്ലാം ദീൻ പൂർണ്ണമാക്കുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ്. പൂർത്തിയായി ഇനിയൊരു നബി റസൂലോ വരില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരില്ല. മുഹമ്മദ് നബിയിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ആദം നബി മുതലുള്ള ഇസ്ലാം ദീനിനെ പരിപൂർണമാക്കി. ഇനി ലോകമെത്ര പരിഷ്കരിച്ചാലും ഒരു നിയമത്തിനും മാറ്റമില്ല. ഹറാമ് ഹലാലാവുകയില്ല, ഹലാലുകൾ ഹറാമാവുകയില്ല. തൗഹീദ് ശിർക്കായി മാറില്ല, ശിർക്ക് തൗഹീദായി മാറില്ല. അത്രയും പ്രധാനപ്പെട്ട മുഹമ്മദ് നബിയോട് അള്ളാഹ് കൽപ്പിക്കുന്നത് നീ പിന്തുടരേണ്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്താകുന്നു എന്നാണ്. അതാണ് ആ മില്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇസ്ലാം ദീൻ പരിപൂർണമാക്കിയത് അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ നബിയും പിന്തുടരേണ്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്കുള്ളൊരു നിർദ്ദേശം അള്ളാഹ് പറയുന്നത്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖല്ലാഹു ഇബ്രാഹീമ ഖലീലാ. നമുക്ക് ഒരു ആഗ്രഹം വന്നു വിചാരിക്കാം, ഏറ്റവും നല്ല ദീനായിരിക്കണം എൻ്റെതെന്ന്. ചുറ്റുള്ളവരെങ്ങനെ ആവട്ടെ, എൻ്റെ ദീൻ ഏറ്റവും നന്നാവണം. അങ്ങനെ ഓരോരുത്തർക്കും നിർബന്ധ ബുദ്ധി ഉണ്ടാവുമല്ല. അള്ളാഹ് പറയും വമൻ അഹ്സനു ദീനൻ, ആരുടെ ദീനാണ് ഏറ്റവും ഉത്തമം? മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സുകൃതം ചെയ്യുന്നവനായി സമ്പൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയ, അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനേക്കാൾ ഉത്തമമായ ദീൻ പിന്നെ ആർക്കാ ഉള്ളത്? കഴിഞ്ഞില്ല. വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റുന്നവനേക്കാൾ നല്ല ദീൻ പിന്നെ ആർക്കാണുള്ളത്? എന്താ അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾക്ക് നല്ല ദീൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്താകുന്നു. വത്തഖല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമയെ മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഹബീബാണ്, അള്ളാഹുവിന്റെ ഹബീബാണെന്നൊക്കെ നമ്മൾ പറയും. അത് ഹദീസിലൂടെ ബോധ്യമായതാണ്. ഖുർആനിൽ ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ മിത്രം എന്ന് ഉപയോഗിച്ചത് ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രമാണ്. ഒരു നബിയെ കുറിച്ചും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എൻ്റെ പ്രിയപ്പെട്ട ദാസനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിത്രം എന്ന് പ്രപഞ്ചനാഥനായ അള്ളാഹു ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച് മാത്രമാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അള്ളാഹു മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1450 കൊല്ലത്തിന്റെ പിറകിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും 1450 കൊല്ലം കഴിയുമ്പോൾ നമ്മളിലും ഈ നിയമം ബാധകമാണ് ദുർബലപ്പെട്ടു പോവുക എന്നത്. ദുർബലപ്പെട്ടു പോവുക എന്നതും വഴിമാറിപ്പോവുക എന്നതും ആ വഴിമാറിയത് ശരിയാണെന്ന് ധരിക്കലുമൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നാം ഉറപ്പുവരുത്തണം, ഞാൻ വഴി പിഴച്ചിട്ടില്ല, ഞാൻ തെറ്റിയിട്ടില്ല, എൻ്റെ ദീൻ ഇബ്രാഹിം നബിയുടെ ദീൻ തന്നെയാണ്, എൻ്റെ ദീൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ തന്നെയാണ്, എൻ്റെ ദീൻ സഹാബത്തിൻ്റെ ദീൻ തന്നെയാണ്, എൻ്റെ ദീൻ താബിഈങ്ങളുടെ ദീനാണ്. കാരണം ഇന്ന് ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളുമൊക്കെ നേർവിപരീത ദിശയിലേക്ക് നയിക്കുന്നത് കാണുന്നു നാം. തൗഹീദിലുള്ളവരെ ശിർക്കിലേക്ക് നയിക്കുന്ന, ഔലിയാക്കളെ കുറിച്ച് അള്ളാഹുവിനേക്കാൾ ശക്തിയുള്ളവരായി അവതരിപ്പിക്കുന്ന പ്രഭാഷകർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നമ്മുടെ ദീൻ നാം രക്ഷിക്കണമെങ്കിൽ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച്, ആ മില്ലത്തിനെ കുറിച്ച് പഠിക്കും.
അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞത് മുമ്പ് കേട്ടതാണ് നിങ്ങൾ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് റബ്ബ് കൽപ്പിക്കുന്നു, അസ്ലിം, നീ പരിപൂർണമായും എനിക്ക് കീഴ്പ്പെടണം, നീ എനിക്ക് സമർപ്പിക്കണം. ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. മടി ഏതും കൂടാതെ, വൈകാതെ, ആലോചിക്കാൻ സമയമെടുക്കാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരാൾ റബ്ബിനെ സമർപ്പിച്ചാൽ പിന്നെ മറ്റൊരാളും അദ്ദേഹത്തിന് ബാധകമാവുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തെ ഭയപ്പെടാതിരുന്നത്, കുടുംബക്കാരെ ഭയപ്പെടാതിരുന്നത്, ദീൻ നിലനിർത്തി പോരുന്നതിൽ ഭരണാധികാരിയെ ഭയപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ്. അത്തരം ഒരു സമർപ്പണത്തിലേക്കാണ് നമ്മളും വളരേണ്ടത്. എത്തിയിട്ടില്ല. എത്ര ഉയരത്തിലാണ് നമ്മിൽ നിന്നും ആ സമർപ്പണം. അതുകൊണ്ട് കുറച്ചു ക്രമാനുഗതമായി വളരണം നാം അതിലേക്ക്. നമ്മിൽ നിലനിൽക്കുന്ന ഭീതി സ്വാഭാവികമായി ഇല്ലാതാവും, ആശങ്കകളില്ലാതാവും. എല്ലാം എൻ്റെ റബ്ബിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നോക്കുക റബ്ബായിരിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, അതിലേക്കായിരിക്കട്ടെ നമ്മുടെ വളർച്ച. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഒരു പ്രത്യേകത ഖുർആൻ പറയുന്നത്, ബോധ്യപ്പെട്ട കാര്യം, വിശ്വസിച്ച കാര്യം, സംശയമില്ലാത്ത കാര്യത്തിലും കൂടുതൽ ഉറപ്പ് വരുത്താനും ഞാൻ ശരിയായ വിശ്വാസത്തിലാണെന്ന് ഹൃദയത്തെ സമാധാനിപ്പിക്കാനും വേണ്ടി കൂടുതൽ തെളിവന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കുണ്ടായി. വിശ്വസിച്ച കാര്യമാണ്, ബോധ്യപ്പെട്ടതാണ്, സംശയമൊന്നുമില്ല. എന്നിട്ടും കൂടുതൽ ഹൃദയത്തിന് ശാന്തി. നമുക്ക് കണ്ടല്ല, നമ്മൊരു വസ്തു മേടിച്ചാൽ അത് ഒറിജിനലാണ്, അത് ശരിക്കും കമ്പനിയുടെ പ്രോഡക്റ്റാണ് എന്ന് ഉറപ്പാകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലേ നമുക്ക്? ഇത് ദീനാണ്, പരലോകത്തിന്റെ രക്ഷയുടെ കാര്യമാണ്. ദുനിയാവിലൊരു പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ സാമ്പത്തികമായ നഷ്ടം വരും എന്നൊരു നഷ്ടേ ഉള്ളൂ. ഇത് ദീനാണ്, പരലോകത്തേക്ക് പോയി തിരിച്ചു വരവില്ല, തിരുത്തിയിട്ട് വരാൻ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ പ്രത്യേകത അല്ലാഹു പറയുന്നു, നോക്കിയേ. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനീ കൈഫ തുഹീൽ മൗതാ. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട ഈ മിമ്പറിൽ നിന്ന് കേട്ടല്ലോ, മൂസാ നബി ആഗ്രഹിച്ചത്, റബ്ബേ നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ലോ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനീ കൈഫ തുഹീൽ മൗതാ. റബ്ബേ നീ മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുക? മരിച്ചവരെ റബ്ബ് ജീവിപ്പിക്കുമെന്നും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അവരെ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുമെന്ന് ഉറച്ച ബോധ്യമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ് അള്ളോട്, എങ്ങനെ റബ്ബേ നീ മരിച്ചവരെ ജീവിപ്പിക്കുക? കാല അവലം തൂമിൻ. അള്ളാഹ് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, നീ വിശ്വസിച്ചിട്ടില്ലേ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്ന്, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണെന്ന് നീ വിശ്വസിച്ചിട്ടില്ലേ? കാലബല, റബ്ബേ ഞാൻ വിശ്വസിച്ചവനാണ്, അവിശ്വാസം എനിക്കില്ല. എന്റെ ഹൃദയത്തിന് ഒരു ശാന്തി ലഭിക്കാൻ,
കൂടുതൽ തെളിവുകൾ കാണുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അത് പരമസത്യമാണെന്ന സമാധാനമടയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഖുദ് അർബഅത മിനത്തൈർ, നീ 4 പക്ഷികളെ പിടിക്കുക, 4 പക്ഷികളെ പിടിക്കുക. ഫസുറുഹുന്ന ഇലൈക, എന്നിട്ട് കുറച്ച് ദിവസം നീ ഇണക്കുക. നീ പിടിച്ചിട്ട് നീ വളർത്തി ഇണക്കി ഭക്ഷണം കൊടുത്ത് നിന്നോട് അടുപ്പമുണ്ടാകുന്ന വിധം. സുബ്ബജഅൽ അലാ കുല്ലി ജബലിൻ മിന്നൻ ജുസ്അ, എന്നിട്ട് ഇണങ്ങിയതിന് ശേഷം 4നെയും അറുക്കുക. എന്നിട്ട് കഷ്ണം കഷ്ണമാക്കി 4 പർവ്വത പ്രദേശങ്ങളിൽ കൊണ്ടുവെക്കുക. കഷ്ണം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, ഒരു പക്ഷിയുടെ കഷ്ണങ്ങൾ തന്നെയല്ല ഒരു തീ വെക്കണത്. ഒരു പക്ഷിയുടെ തല, മറ്റേ പക്ഷിയുടെ മറ്റേ ഭാഗം, അങ്ങനെ വ്യത്യസ്തമായി സ്ഥലങ്ങളിൽ കൊണ്ട് നീ ഖുർആനാണ്, കഥല്ലട്ടത്, ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 260 ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഇസ്ലാമിലെ കഥയിൽ പെട്ടതാണെന്നൊക്കെ ധരിക്കാനിടയുണ്ട്. ഇത് ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ 4 പക്ഷികളെ ഇണക്കി നിന്നോട് അതിന് ഇണങ്ങി വരുന്നത് വരെ വളർത്തിയതിന് ശേഷം നീ അതിനെ അറുത്തിട്ട് കഷ്ണം കഷ്ണമാക്കി ഭാഗം ഭാഗമാക്കി പല പ്രദേശങ്ങളിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് നീ അവയെ വിളിക്കുക. ആ പക്ഷി ഇണക്കി പേരൊക്കെ ഇട്ടുണ്ടാവും, അതിനങ്ങോട്ട് വിളിച്ചു നോക്കുക. അതിവേഗത്തിൽ ആ പക്ഷികൾ ജീവനോടെ പറന്ന് നിന്റെ മുമ്പിലെത്തും. സുബ്ഹാനല്ലാഹ്, റബ്ബുൽ ആലമീനായ തമ്പുരാന് സാധ്യമാവാത്ത ഒന്നും തന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെ, 4 പക്ഷികളെ പിടിച്ച് നുറുക്കി കഷ്ണം കഷ്ണമാക്കി പല ഭാഗത്തായി വെച്ചിട്ട് നീ അവയുടെ പേര് വിളിക്കൂ. പറന്നു വരും, അതിവേഗം നിന്റെ അടുക്കൽ പറന്നു വരും. ഇബ്രാഹിം, ഒരു കാര്യം കൂടി നീ അറിഞ്ഞുകൊള്ളൂ, നിന്റെ റബ്ബ് അസീസാണ്, പരാജയപ്പെടാത്തവനാണ്, ഹക്കീമാണ്, യുക്തിജ്ഞനും സർവജ്ഞനുമാകുന്നു. ശാന്തായി, മനസ്സ് ശാന്തമായി. ആ ഇബ്രാഹിം നബിയുടെ കൽബറിഞ്ഞ റബ്ബ് ഒരു കാര്യം കൂടി പറഞ്ഞു, വകദാലിക നുരിയ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ് ലിയകൂന മിനൽ മൂഖിനീൻ. സൂറത്ത് അന്നാം 75-ാമത്തെ ആയത്ത്. വകദാലിക, അപ്രകാരം, നുരിയ ഇബ്രാഹിമ, ഇബ്രാഹിമിന് നാം കാണിച്ചു കൊടുത്തു, മലകൂതസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യം ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തു. വലിയകൂന മിനൽ മൂഖിനീൻ, ദൃഢവിശ്വാസമുള്ള ആളായി തീരാൻ വേണ്ടി ഇബ്രാഹിം. തമ്പുരാനെ, അങ്ങനെ റബ്ബ് പ്രപഞ്ച രഹസ്യം കാണിച്ചു കൊടുത്തെങ്കിൽ ആ മനുഷ്യന് ചാഞ്ചല്യമോ സംശയമോ ശത്രുവിന്റെ വാളിന്റെ മുമ്പിലോ ശത്രുവിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുന്നിലോ എതിർ സൈന്യത്തിന്റെ പെരുപ്പത്തിലോ ചാഞ്ചല്യം അനുഭവപ്പെടുകയില്ല. നമുക്കറിയില്ല, നമുക്ക് എന്ത് പ്രപഞ്ച രഹസ്യം അറിയാം? കുറച്ച് ദിവസം വരെ കഠിന ചൂട്, മഴയില്ല, ഒരു മഴ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞു, മഴ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞു. നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ചു, മഴയ്ക്ക് വേണ്ടി പലരും മയ്യത്ത് നമസ്കാരം നടത്തി. ഏത് പരിപാടിയിലും മഴയ്ക്ക് വേണ്ടി ചൂട് സഹിക്കാൻ പറ്റാതെ ഇപ്പൊ മഴ പെയ്തു, വീടുകളിൽ വെള്ളം കയറിയെന്ന് നമ്മ വായിക്കുകയാണ്. കൂട്ടത്തിൽ നന്ദി കെട്ട മനുഷ്യൻ, എന്തൊരു മോശപ്പെട്ട മഴ, ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് കൂടി പറയും. അതുവരെ ഒരു മഴ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ നന്ദി കെട്ടവനായതിനാൽ ഇതെന്തൊരു നാശം പിടിച്ച മഴ എന്ന് പറയാനും മടിക്കാത്ത നന്ദി കെട്ടവനും വിവരം കെട്ടവനുമാണ് മനുഷ്യൻ. നമുക്കറിയില്ല, മഴ പെയ്ത് വെള്ളമായി, അങ്ങനായി, മഴ പെയ്തില്ല, കടൽ കൂടി എന്നൊക്കെയുള്ള ബാഹ്യമായ കുറച്ച് കാര്യങ്ങളെ അറിയൂ. എന്തിന്റെ ഉള്ളിൽ നടക്കണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ നമ്മ ദുനിയാവിനോട് കാണിക്കുന്ന ഈ ആർത്തിയില് മുഴുവൻ പോകും. ദുനിയാവ് പിടിച്ചടക്കാനും നേടാനും വേണ്ടി ഓടുന്ന
ഫർനിസ്കരിക്കാനും പോലും നേരം കിട്ടാതെ ദുനിയാവിന് വേണ്ടി ഓടുന്ന ഈ ഓട്ടം അല്പമെറിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിൽ അല്പമെറിഞ്ഞു കഴിഞ്ഞാൽ, ഇബ്രാഹിം നബിക്ക് അത് കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഖിയാമത്ത് നാൾ വരെയുള്ളവരുടെ ഏറ്റവും നല്ല ദീൻ. മാറ്റമൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ നല്ല പുരോഗമന ശാസ്ത്രീയ സാങ്കേതിക യുഗത്തിൽ ജീവിക്കുമ്പോൾ എത്രയോ 4000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം നബിയുടെ മാർഗം ഇന്നത്തേക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾക്കനുസരിച്ച് ഒരു പരിഷ്കാരമൊക്കെ വേണ്ടേന്നൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇബ്രാഹിം ഇല്ലാ മൻ സഫി നഫ്സു. റബ്ബ് ഒരാണി കൂടി അടിച്ചു ലാസ്റ്റ്. വിവരം കെട്ടവരല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വെറുക്കുകയില്ല. പഴയ ആൾക്കാരോടല്ല പറഞ്ഞ, ഇപ്പൊ നമ്മളോട് പറയാ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വെറുക്കുന്നവനേക്കാൾ മണ്ടൻ ആരാകുന്നു? ആ മണ്ടത്തരത്തിലേക്കാണ് മുസ്ലിം സമുദായം കൂടി ധൃതിയിൽ പോകുന്നത്. അതായത് ആ ധൃതിയിൽ നടക്കുന്നവരിലെ യാഥാസ്ഥികർ മാത്രമല്ല, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾ മാത്രമല്ല, പരിഷ്കാരികളും ആ ആധുനികതയിലേക്കുള്ള സഞ്ചാരത്തിലാണ്. വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു നമ്മുടെ ദീൻ ഏതൊരു സാഹചര്യത്തിലും ദീനിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീൻ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് നിന്റെ റസൂൽ ഞങ്ങൾക്ക് പ്രയോഗത്തിൽ കാണിച്ചെന്ന ആ ദീൻ ശരിയായി പഠിക്കാനും അതിൽ പിൻപറ്റി ജീവിക്കാനും തൗഫീഖ് നൽകണമേ. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് വന്ന അലസതകളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.